ദൈവം ഇടയാക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുകയും ചെയ്യുന്നു. നമ്മൾ ഓർത്തതുപോലെ പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ട സഹോദരന് ഇൻട്രഡക്ഷനിലൊക്കെ ഓർത്ത പോലെ 4ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഈ ഈ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാലത്തിൻ്റെ അന്ത്യത്തിൽ ഞാൻ രത്നച്ചുരുക്കമായി ആരെങ്കിലും പുതുതായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഗ്രഹിക്കത്തക്കവണ്ണം രത്നച്ചുരുക്കമായി, വളരെ ചുരുക്കമായി ചില കാര്യങ്ങൾ ഓർപ്പിച്ച് എന്താണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ധ്യാനിച്ചെന്നുള്ള ഒന്ന് ഓർപ്പിച്ച് നമുക്ക് പുതിയ ആ പഠനം തുടരാം. നമ്മൾ കണ്ടു കാലത്തിൻ്റെ അന്ത്യത്തിൽ ഒരു ഏകലോക ഗവൺമെൻറ്റും ഏകലോക മതവും ഉണ്ടാകും. വളരെ വ്യക്തമായി ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ വായിച്ചതുകൊണ്ടും പഠിച്ചതുകൊണ്ടും ഞാൻ എടുത്തു പറയുന്നില്ല. വെളിപാട് ദിവസം 13-ാം അധ്യായത്തിൽ സമുദ്രത്തിൽ നിന്ന് കയറി വരുന്ന ഒരു മൃഗം, 10 കൊമ്പുള്ള 7 തലയുള്ള ഒരു മൃഗം. അതിൻ്റെ വ്യാഖ്യാനങ്ങളുടെ രക്തച്ചുരുക്കം ഇങ്ങനെയാണ്. അത് ലോക ജനതതിയിൽ നിന്ന്, ആ വെള്ളമെന്ന് പറയുന്നത് വംശങ്ങളും പുരുഷാരങ്ങളും ജാതികളുമാണ്. അപ്പോൾ ലോക ജനതയിൽ നിന്ന് ഒരു രാഷ്ട്രീയ നേതാവ് എഴുന്നേറ്റ് വരും. അവൻ്റെ കീഴിൽ ലോകം അമരും. അവൻ കടന്നു വരുന്നത് വിശദമായി ദൈവവചനത്തിൽ രേഖപ്പെടുത്തി തന്നിട്ടുണ്ട്. ദാനിയേലിന്റെ പ്രവചനത്തിലൊക്കെ ജാതികളുടെ ആരംഭവും അവസാനവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകഭരണം ഒരു ജാതീയ രാജാവിൻ്റെ കരങ്ങളിൽ ദൈവം കൊടുക്കുന്നു. ജാതികളുടെ കാലത്തിൻ്റെ ആരംഭം, ജാതികളുടെ കാലം തികയുവോളം എന്ന് യേശുക്രിസ്തു പറയുകയുണ്ടായി. അപ്പം ജാതികളുടെ കാലത്തിൻ്റെ ആരംഭവും അതിന് അവസാനമുണ്ട്. ചരിത്രം പഠിക്കുമ്പോൾ ദാനിയേലിന്റെ പുസ്തകം 2, 7 എന്നീ അധ്യായങ്ങളിലൂടെ വളരെ വ്യക്തമായി നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ക്രിസ്തുവിന് ഏതാണ്ട് 600 വർഷം മുമ്പ് ജാതികളുടെ കാലം നെബൂഖദ്നേസർ രാജാവിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ ആരംഭിച്ചു. എന്നാൽ അത് ഇനി അവസാനിക്കണമെങ്കിൽ നമ്മുടെ കർത്താവ് മടങ്ങി വരണം. നമ്മൾ 2-ാം അധ്യായത്തിൽ വായിക്കുന്ന പോലെ കൈ തൊടാത്തൊരു കല്ല് വന്ന് ആ ബിംബത്തിൻ്റെ പാദത്തിൽ അടിച്ച് ആ കല്ല് സർവ്വലോകത്തെയും നിറയ്ക്കുന്നതായി വായിക്കുന്നു. അത് നമ്മൾ തിരുവചനത്തിൽ ആ ഭാഗങ്ങളിൽ വായിക്കുന്നു. ദൈവം ഒരിക്കലും മാറിപ്പോകാത്തൊരു രാജ്യം ഇവിടെ സ്ഥാപിക്കും. യേശുക്രിസ്തുവിൻ്റെ രാജ്യമാണ്. അപ്പോൾ ജാതീയ ഭരണത്തിൻ്റെ ആരംഭവും അവസാനവും വ്യക്തമായി നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിൻ്റെ വിശദീകരണമാണ് വെളിപ്പാട് ദിവസം 13-ാം അധ്യായത്തിൽ കാണുന്ന ജാതീയ ഭരണത്തിൻ്റെ അവസാനത്തെ ഭരണകർത്താവ്. എതിർ ക്രിസ്തു എന്ന് പറയപ്പെടുന്ന, നാമൊക്കെ പലപ്പോഴും അന്തിക്രിസ്തു എന്ന് പറയുന്ന, ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന് പകരം അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്ഥാനത്ത് ആക്കിയിരിക്കുന്ന അല്ലെങ്കിൽ സാത്താൻ കൊണ്ട് അവതരിപ്പിക്കുന്ന ഒരു വ്യക്തി. ആ വ്യക്തി ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം ഭരണത്തിൽ വരുന്നത് ലോകത്തിൻ്റെ സാഹചര്യം അദ്ദേഹത്തെ ഒരു ലോക ഭരണകർത്താവാക്കി മാറ്റും. എന്ന് പറഞ്ഞാൽ 1930 ജർമ്മനിയിൽ സാമ്പത്തിക തകർച്ചയുണ്ടായി. ഫാക്ടറികളിൽ അടച്ചു, സാമാന്യ ജനത്തിന് ജോലി നഷ്ടപ്പെട്ടു. എന്ത് ചെയ്യണമെന്ന് ആളുകൾ അറിയാതിരിക്കുമ്പോൾ പണത്തിൻ്റെ വിലയൊക്കെ നഷ്ടപ്പെട്ട് വലിയ വിലക്കയറ്റമൊക്കെ, ഹൈപ്പർ ഇൻഫ്ലേഷൻ സംഭവിച്ചപ്പോൾ ഒരു വ്യക്തി, ഒരു ഫാക്ടറി വർക്കറായിരുന്ന ഹിറ്റ്ലർ, അദ്ദേഹം ജനങ്ങൾക്ക് ആശയും പ്രത്യാശയും കൊടുത്തുകൊണ്ട് എഴുന്നേറ്റ് വന്നപ്പോൾ അവരൊക്കെ അദ്ദേഹം ഭരിച്ചാൽ മതി എന്ന് ആഗ്രഹിച്ച് ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഒരു വിടുതൽ വേണം, അങ്ങനെ ഒരു ഭരണകർത്താവായി മാറി അവസാനം അദ്ദേഹം ഒരു സ്വച്ഛാധിപതിയായി തീരുന്നത് നമ്മൾ കാണുന്നു. ചരിത്രം അപഗ്രഥിക്കുമ്പോൾ ഈ ലോകത്തിൽ എഴുന്നേറ്റ് വന്ന സ്വച്ഛാധിപതികളൊക്കെ സാഹചര്യങ്ങൾ അവരെ ആ വിധത്തിൽ ഉടലെടുപ്പിച്ചതാണ്. ഉദാഹരണമായിട്ട് മാവോ സേതു, അതുപോലെ ഹിറ്റ്ലർ, അങ്ങനെ ഉള്ള വ്യക്തികളൊക്കെ ഭരണത്തിൽ വന്നത്, ഹിറ്റ്ലറും ഒക്കെ ആ സാഹചര്യങ്ങളെ ബേസ് ചെയ്താണ്. തിരുവചനം പരിശോധിക്കുമ്പോൾ ഈ ലോകം സമാധാനം അന്വേഷിക്കുന്നു. ഒരു സമാധാനം, യുദ്ധങ്ങൾ കൊണ്ട് പൊറുതിമുട്ടിയ ഒരു ലോകത്തിലേക്ക് നമ്മൾ നീങ്ങുകയാണ്. ഇപ്പം തന്നെ നമ്മൾ എടുത്താൽ എവിടെല്ലാം യുദ്ധമാണ്.
നമ്മൾ അറിയാത്ത സ്ഥലങ്ങളിലൊക്കെ യുദ്ധം നടക്കുകയാണ്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിൽ യുദ്ധം. 5-ാമത്തെ വർഷമാണ് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം. 5-ാമത്തെ വർഷം. മധ്യപൂർവ്വ ദേശം മിക്കവാറും ഒരു യുദ്ധ കലുഷിതമാണ്. എത്രയോ രാജ്യങ്ങൾ ഇൻവോൾവ് ചെയ്തിരിക്കുന്നു. തൈവാനും ചൈനയും തമ്മിൽ ടെൻഷനുണ്ട്. എന്തിനു പറയുന്നു? ലോകം നമ്മളൊരു യുദ്ധമുഖത്തിലാകുമ്പോഴേ ഒരു വിടുതലിന് വേണ്ടി കൊതിക്കുകയുള്ളൂ. ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്. ഈ മിഡിൽ ഈസ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഇസ്രയേലിലും ഒക്കെ പാർക്കുന്നവര് പറയുന്നത് ഇങ്ങനെയാണ്: സമാധാനം. അവർക്ക് സ്വസ്ഥത വേണം, അവർക്ക് സമാധാനമായി കഴിയണം. നമുക്കറിയാം 2 വർഷമാണ് ഗാസയിലും മറ്റും ബോംബിങ് നടന്നത്. അവിടെയുള്ള ജനങ്ങളൊക്കെ കൊതിക്കുന്നത് ഒരു സമാധാനത്തിന് വേണ്ടിയാണ്. അങ്ങനെ ഒരു സാഹചര്യം ആഗോളമായി ഉടലെടുക്കും. ആ ഉടലെടുക്കുന്ന സമയത്ത് ഈ വ്യക്തി ഭരണത്തിൽ വരും. ഈ വ്യക്തി ഭരണത്തിൽ വരുന്നത് പുരാതന റോമൻ സാമ്രാജ്യത്തിൽ നിന്നാണ്. ആ വ്യക്തിയെ ഭരണത്തിൽ ഏറ്റുന്നത് മതം സംഹിത കൂടെയാണ്. നമുക്കറിയാം, ഉൽപ്രാപണത്താൽ വീണ്ടും ജനിക്കപ്പെട്ട എല്ലാവരും ഇവിടെ നിന്നും മാറ്റപ്പെടും. കർത്താവ് മധ്യാകാശത്തിൽ വന്ന് രക്ഷിക്കപ്പെട്ടവരെ എല്ലാം മാറ്റിക്കഴിയുമ്പോൾ രക്ഷിക്കപ്പെടാത്തവരെ ഇവിടെ കാണുകയുള്ളൂ. തിരുവചനത്തിൽ വായിക്കുന്നുണ്ട്, അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ദർ ഇസ് എ മിസ്റ്ററി ഓഫ് ഇനിക്വിറ്റി എന്ന് പറഞ്ഞാൽ, നാം ജീവിക്കുന്ന കാലങ്ങളിൽ തന്നെ ഈ സാത്താൻ്റെ ഈ പ്രവർത്തനത്തിൻ്റെ മർമ്മം വ്യാപരിക്കുന്നുണ്ട്. നമ്മളത് തിരിച്ചറിയുവാനാണ് ദൈവം നമുക്ക് പ്രവചന വിഷയങ്ങൾ നൽകിയത്. ആ അധർമ്മത്തിൻ്റെ മർമ്മം വ്യാപരിക്കുന്നു. ഇറ്റ് ഈസ് ഓൾറെഡി ഇൻ വർക്ക്. സാത്താൻ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ക്രിസ്തുവിന് പകരം അവതരിപ്പിക്കാൻ കാര്യങ്ങളെല്ലാം ലോകത്തിൽ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ അധർമ്മത്തിൻ്റെ മർമ്മം വ്യാപരിക്കുന്നു. എങ്കിലും തടുക്കുന്നവൻ മാറണം. അതായത് പരിശുദ്ധാത്മാവ് സഭയുടെ നിന്ന് മാറിക്കഴിയുമ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ട് വരും. പിന്നീട് തടസ്സപ്പെടുത്താൻ ആരുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ലോക ഭരണകർത്താവും ഈ ഉൽപ്രാവണത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ഓർക്കണം, ഈ യഥാർത്ഥ ദൈവജനം മാറ്റപ്പെട്ട് കഴിയുമ്പോൾ ശേഷിക്കുന്നവരെ എല്ലാം കൂടെ ഒന്നിക്കും. ഇന്ന് പ്രിയപ്പെട്ട നമ്മൾ വളരെ ഗൗരവമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ അതിൻ്റെ വളരെ വിശദീകരണം പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഞാനത് വളരെ ഡീറ്റെയിലായി പഠിക്കുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ അതുള്ള ബന്ധത്തിൽ ഒരുപാട് ഡീറ്റെയിലുമുണ്ട്. ഇന്ന് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ എൻ്റെ കയ്യിൽ ഡീറ്റെയിലുകളുണ്ട്. ഞാൻ അതിൻ്റെ വിശദീകരണത്തിൽ പോകണോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ഒരു 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 ഏക മതത്തിന് വേണ്ടി ശബ്ദങ്ങൾ ഓൾറെഡി ഉയർന്നു കഴിഞ്ഞു. എന്തിനാ? ക്രിസ്തീയ ഗോളത്തിൽ തന്നെ, ക്ഷമിക്കണം, നിങ്ങൾ ആരും ആയിക്കൊള്ളട്ടെ, ഞാൻ പറയുന്നത് സത്യമാണ്. എക്യുമെനിക്കൽ മൂവ്മെന്റ് എന്ന് പറയുന്ന ഐക്യുമെനി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം തന്നെ ഇൻഹാബിറ്റഡ് വേൾഡ് എന്നാണ്. ഗ്രീക്കിൽ ഐക്യുമെനി എന്ന് പറഞ്ഞാൽ ഇൻഹാബിറ്റഡ് വേൾഡ്. ഈ എക്യുമെനിക്കൽ മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇൻഹാബിറ്റഡ് വേൾഡിൻ്റെ ഒരു സഭയെന്നാണ്. എ വേൾഡ് ചർച്ച്, എക്യുമെനിക്കൽ മൂവ്മെന്റ്. അതിൽ ക്രിസ്തീയ സഭകളൊക്കെ ആത്മാർത്ഥമായി ദൈവത്തെ സ്നേഹിക്കുന്നവർ വരെ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവരത് മനസ്സിലാക്കുന്നില്ല. അവരുടെ എയിം, അവരുടെ ലക്ഷ്യം എല്ലാ സഭകളെയും ഇറസ്പെക്റ്റീവ് ഓഫ് ഡിനോമിനേഷൻ, ഈ ഡിനോമിനേഷൻ ഒക്കെ മറികടന്ന് അൾട്ടിമേറ്റ്ലി ഈ സഭകളെ എല്ലാം കൂടെ ഒന്നിപ്പിച്ച് കഴിയുമ്പോൾ മറ്റ് മതങ്ങളെയും ഒന്നിപ്പിക്കണം. ഓൾ റിലീജിയൻ. ഈ ആദ്യത്തെ എക്യുമെനിക്കൽ അസംബ്ലിയുടെ മീറ്റിംഗ് ആംസ്റ്റർഡാമിൽ 1948 നടന്നത്. ഈ 1948 ക്രിസ്തീയ സഭകളുടെ 157 സഭകളുടെ പ്രതിനിധികൾ 352 പേരാണ് അവിടെ കൂടിയത്. അവരന്ന് അക്സെപ്റ്റ് ചെയ്തൊരു മോട്ടോയുണ്ട്: വൺ വേൾഡ്, വൺ ചർച്ച്. ഒരു ലോകം, ഒരു സഭ. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർപ്പിക്കട്ടെ, ഇന്ന് ലോകം അതിനുവേണ്ടി കിണഞ്ഞ് പരിശ്രമിക്കുകയാണ്. ഞാൻ അടുത്ത സമയത്ത് മനസ്സിലാക്കിയ എൻ്റെ കയ്യിലിരിക്കുന്നത് പത്രങ്ങളിൽ വന്ന വാർത്തകളാണ്. അതായത് ഈ വാർത്തകളിൽ ശിവഗിരി മഠത്തിൻ്റെ വത്തിക്കാൻ സമ്മേളന സമാപനം, ഇത് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ലോക സമാധാനത്തിനായി മതചിന്ത വെടിഞ്ഞ് എല്ലാ മനുഷ്യരും പ്രയത്നിക്കണമെന്ന ആഹ്വാനത്തോടെ വത്തിക്കനിൽ
ശിവഗിരി മഠ സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന് പരസമാപ്തിയായി. ലോകത്തിൽ സമാധാനം വേണം. ഈ സമാധാനത്തിന് വേണ്ടി മതചിന്തകൾ വെടിയണം. എല്ലാ മനുഷ്യരും പ്രയത്നിക്കണം. എവിടെയാണ് ഈ സംഭവം നടക്കുന്നത്? വത്തിക്കനിൽ മീറ്റിംഗ് നടക്കുകയാണ്. ആരാണ് ഈ മീറ്റിങ്ങിന് നേതൃത്വം കൊടുക്കുന്നത്? ശിവഗിരി മഠം, SNDP, നമ്മുടെ ശ്രീനാരായണ ഗുരു. നല്ല മനുഷ്യത്വത്തിനായി മതങ്ങൾ ഒരുമിച്ച് എന്ന സമ്മേളന സന്ദേശം എല്ലാ രാജ്യങ്ങളിലും മത മേലധ്യക്ഷന്മാരെത്തിക്കണം. യെസ്, ഇവിടെ മതങ്ങൾക്കിടയിൽ സാഹോദര്യം വളർത്താൻ വത്തിക്കാൻ പ്രതിജ്ഞബദ്ധമാണ്. സർവമത പ്രാർത്ഥന കഴിച്ചു. ശിവഗിരിയിൽ സർവമത ആരാധന കേന്ദ്രം സ്ഥാപിക്കും. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ പ്രാർത്ഥനാ കേന്ദ്രം, ധ്യാന മണ്ഡപവും ഉൾപ്പെടുന്ന ലോക നിലവാരമുള്ള മന്ദിരത്തിന്റെ രൂപരേഖയുടെ സമർപ്പണം ഫ്രാൻസിസ് മാർപ്പാപ്പ നിർവഹിച്ചു. നമുക്കറിയാം, അബുദാബിയിൽ ഓൾറെഡി ഒരു ഐലൻഡില് 3 മതങ്ങളുടെ ഓരോ മോസ്ക്, സിനഗോഗ്, അതുപോലെ തന്നെ ഒരു ചർച്ച് പണിത് കഴിഞ്ഞു. അവിടെ ഈ ഏക മതത്തിലേക്ക് ആളുകളെ ചേർക്കുവാൻ സ്നാനം നടത്താനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞു. മാനവികതയ്ക്കായി ഒന്നിക്കാം മാർപ്പാപ്പ ആഹ്വാനം ചെയ്തു. ഞാൻ എല്ലാം വായിക്കുന്നില്ല, എന്നാൽ ഈ മാർപ്പാപ്പ നമ്മൾ ഓർക്കണം, ഇത് ക്രിസ്ത്യാനികളെ ഒന്നിപ്പിക്കുക മാത്രമല്ല, അദ്ദേഹം ഇന്തോനേഷ്യയിൽ പോയി ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുല്ലയുമായിട്ട് മീറ്റിംഗ് നടത്തി. അവരൊന്നിച്ച് പ്രസ്താവനകൾ നടത്തിയത് അത് പത്രങ്ങളിൽ വന്നിരിക്കുന്നു. എൻ്റെ കയ്യിൽ ഇതിൻ്റെ ഡീറ്റെയിലുകളുണ്ട്. തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയപ്പോൾ തുടങ്ങി ഞാനിത് വരുന്ന ഡീറ്റെയിലുകൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. എന്നെ കേൾക്കുന്നവരെ, നല്ല ഒരു ശുദ്ധ മനസാക്ഷിയിൽ ദൈവത്തെ ആരാധിക്കുന്നവർ പോലും ഈ അപകടം മനസ്സിലാക്കാതെ ഇതിനകത്തൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ആ വിഷയമാണ്. നമ്മൾ വെളിപാട് പുസ്തകം 13-ാം അധ്യായത്തിൽ വന്നപ്പോൾ നമ്മൾ കണ്ടു, കടലിൽ നിന്ന് കയറി വരുന്ന മൃഗം രാഷ്ട്രീയ നേതാവാണ്. കരയിൽ നിന്ന് കയറി വരുന്നത് മതനേതാവാണ്. ഉൽപ്രാവണ ശേഷം ഇന്ന് ലോകം ശ്രമിക്കുന്ന മതങ്ങളുടെ അതിരുകളെല്ലാം വിട്ട് ഏക മതമായി സമാധാനത്തിന് വേണ്ടി തീരണം. അത് സാധിക്കും. അധർമ്മത്തിന്റെ മർമ്മം തിരുവചനത്തിൽ വായിക്കുന്നത് നമ്മളൊന്ന് ആലോചിച്ച്. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു, എന്നാൽ തടുക്കുന്നവൻ മാറണം. ഉൽപ്രാവണം നടക്കണം. ഇത് പൂർണ്ണമായി തീരണമെങ്കിൽ ഉൽപ്രാവണം തീർന്നു കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകലോക മതം. അത് ആണ് വെളിപാട് പുസ്തകം 17-ാം അധ്യായം. ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കട്ടെ. 17-ാം അധ്യായത്തിൽ മിസ്റ്ററി ബാബിലോൺ, മാർമികമായ മഹദിയാം ബാബിലോൺ. എന്നാൽ 18-ാം അധ്യായത്തിൽ പറയുന്നത് വ്യാപാരം നടത്തുന്ന ബാബിലോൺ പട്ടണമാണ്. ഇറ്റ് ഈസ് എ സിറ്റി. ഞാൻ ക്ലാസ്സിൽ എടുത്തത് കൊണ്ട് അത് വിശദീകരിക്കുന്നില്ല. ഇറാഖാണ് ആ ബാബിലോൺ എന്ന് പറയുന്ന സ്ഥലം. ഇറാഖിൽ വീണ്ടും ഒരു വലിയ വ്യാപാര കേന്ദ്രം പണിയപ്പെടും. സഖറിയാവ് 5-ൽ നമ്മളത് കണ്ടു. ഞാൻ ഈ ഒരു മീറ്റിങ്ങിന് പ്രസംഗിച്ചിട്ട് ഇറങ്ങുമ്പോഴാണ് എന്നെ ഒരു ബ്രദറ്, വളരെ വലിയ ഉന്നതമായ ഒരു നിലവാരത്തിൽ ബിസിനസ് ചെയ്യുന്ന അദ്ദേഹം എന്നോട് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, അദ്ദേഹം അതിൻ്റെ കൃത്യമായിട്ട് പറഞ്ഞു, ഇന്ന് ഇറാഖിൽ ഭയങ്കരമായിട്ട് വർക്ക് നടക്കുകയാണ്. ഒരുപാട് ആശുപത്രികൾ പണിയുകയാണ്. ഞങ്ങൾ ഗൾഫിൽ മൊത്തം നോക്കിയാൽ ഒരു 10 സ്കാനിങ് മെഷീനിൽ കൂടുതലൊന്നും വിൽക്കാനൊക്കില്ല. ഇറാഖിൽ മാത്രം 40 എണ്ണമാണ് വിൽക്കുന്നത്. അതുപോലെ ആശുപത്രികൾ, ഭയങ്കര പണി നടക്കുന്നു. നമ്മൾ സഖറിയാ പ്രവചനം 5-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ സീനാർ ദേശത്ത് അവൾക്കൊരു വീട് പണിയാൻ പോകുന്നു, പണിതാൽ അവളെ അവിടെ കുടിയിരുത്തും. അതാണ് വെളിപാട് പുസ്തകം 18-ാം അധ്യായം, വ്യാപാര ബാബിലോൺ. നമ്മുടെ വിഷയം 17-ാം അധ്യായമാണ്.
ഇത് രണ്ടാണ്. ഈ 17-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുക, ഞാൻ ഒന്നുകൂടെ ഒന്ന് വിശദീകരിച്ചിട്ട് മുന്നോട്ട് പോകാം. ഈ 17-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് മതസംഹിതയാണ്. 18-ാം അധ്യായത്തിൽ പറയുന്നത് ഒരു വ്യാപാര കേന്ദ്രമാണ്, അന്തിക്രിസ്തുവിന്റെ വ്യാപാര കേന്ദ്രം. എന്നാൽ 17-ാം അധ്യായത്തില് ഈ അപ്പോസ്റ്റേറ്റ്സ് ചർച്ച്, ഈ മതങ്ങളെല്ലാം കൂടെ ഒന്നിച്ച് ഈ ഉൽപ്രാവണത്താൽ യഥാർത്ഥ സഭ മാറ്റപ്പെട്ട ശേഷം ഒന്നിച്ചു വന്നവരാണ് ഈ 17-ാം അധ്യായത്തിലുള്ളത്. അതിൻ്റെ തലവന്റെ പേരാണ് കള്ളപ്രവാചകൻ. 19-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, യേശുക്രിസ്തു മടങ്ങി വരുമ്പോൾ മൃഗത്തെയും കള്ളപ്രവാചകനെയും പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകത്തുന്ന തീപ്പുകയിലിടും. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, ഈ ഏകലോക ഗവൺമെന്റിന്റെ തലവനെയും ഏകമതത്തിന്റെ തലവനെയും പിടിച്ചു കെട്ടി ഇരുവരെയും ഗന്ധകത്തുന്ന തീപ്പുകയിലിടും. വളരെ സൂക്ഷ്മമായി പരിശോധിക്കേണ്ട ഒരു അധ്യായമാണ് ഈ 17-ാം അധ്യായം. ഞാനത് മുഴുവൻ ഒരു പഠനത്തിന് വേണ്ടി പോവുകയല്ല ഇനിയുള്ള സമയം. ചില കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തു, ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ പോവുകയാണ്. എന്നാൽ ഏറ്റവും എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം ഒന്നുകൂടി ഞാൻ ഓർപ്പിച്ചോട്ടെ. നിങ്ങൾ വെളിപാട് പുസ്തകം 2-3 അധ്യായം ഇപ്പോഴുള്ളത് എന്ന് വെളിപാട് പുസ്തകം 3ആയി തിരിച്ചിട്ടുണ്ട്. അത് 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യമാണ്. നീ കണ്ടത്, ഇപ്പോഴുള്ളത്, ഇനിമേൽ സംഭവിക്കാനുള്ളത്. നീ കണ്ടത് 1-ാം അധ്യായത്തിലെ വിഷയമാണ്. പെരുവെള്ളത്തിന്റെ കാഹളനാദത്തിനൊത്തൊരു മഹാശബ്ദം എൻ്റെ പിറകിൽ കേട്ടു, യോഹന്നാൻ പറഞ്ഞു. അതെന്തെന്നറിയാൻ യോഹന്നാൻ തിരിഞ്ഞപ്പോൾ മാറത്ത് പൊൻകച്ച കെട്ടി വെള്ളോടിന് സദൃശമായ കാലുള്ള അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ള ആ മഹുദ്ധീകരിക്കപ്പെട്ട ദൈവപുത്രനെ സഭയുടെ മധ്യത്തിൽ കണ്ടു. കർത്താവ് പറഞ്ഞു, നീ കണ്ടതെഴുതാൻ പറഞ്ഞു. 1-ാം അധ്യായത്തിൽ കണ്ടതെഴുതി. ഞാൻ തിരിഞ്ഞപ്പോൾ കണ്ടു. കണ്ടതെഴുതുക, കാണാൻ പോകുന്നതല്ല എഴുതാൻ പറഞ്ഞത്, കണ്ടത്. യോഹന്നാൻ കണ്ടത് 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തി. ഇപ്പോഴുള്ളത് 2-3 അധ്യായത്തിലെ വിഷയമാണ്. മേലാൽ സംഭവിക്കാനുള്ളത് 4-ാം അധ്യായം തുടങ്ങിയാണ്. ഇവിടെ കയറി വരിക, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ കാണിച്ചു തരാം. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, സഭായുഗം കഴിഞ്ഞ് നടക്കുന്ന കാര്യമാണ് 4-ാമത്തെ അധ്യായം തുടങ്ങി പറയുന്നത്. 4-ാം അധ്യായം തുടങ്ങി പറയുന്നത് സഭായുഗം കഴിഞ്ഞുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എൻ്റെ സൗന്മാരെ, അതിൽ സഭായുഗം പഠിപ്പിക്കുന്നത് 2-3 അധ്യായമാണ്. ഞാൻ വിശ്വാസികളെ, ക്രിസ്ത്യാനികളെ വളരെ പ്രേരിപ്പിക്കും, ഈ 2 അധ്യായം എന്ത് വില കൊടുത്ത് വരുന്ന് ധ്യാനിക്കണം, പഠിക്കണം. ചർച്ച് ഹിസ്റ്ററി കണ്ടൻസ് ചെയ്ത് കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, നമ്മളെ ബുദ്ധിമാന്മാരാക്കി തീർക്കുന്ന സംഭവം. ഇതില് പ്രൊഫറ്റിക്കലാണ് ഈ 7 സഭയ്ക്കുള്ള ദൂതും. നമ്മള് 4ാമത് പറയുന്ന സഭ കർത്താവിൻ്റെ 2ാം വരവ് വരെ ഉണ്ടെന്ന് അവിടെ തെളിവുണ്ട്. 4ാമത് പറയുന്നത് ത്വൈതര സഭയുടെ ദൂതാണ്. 2-ാം അധ്യായത്തിന്റെ 18 തൊട്ടുള്ള വാക്യമാണ്. 2-ന്റെ 18 തൊട്ട് 29 വരെയുള്ള വാക്യം. ഒന്ന് ബൈബിളുള്ളവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഈ ത്വൈതര സഭയുടെ ദൂത് നമ്മൾ ഓർക്കണം. ആ ദൂത് കൊടുക്കുമ്പോൾ ലോകത്തിൽ പ്രൊട്ടസ്റ്റന്റ് സഭകൾ ഉണ്ടായിട്ടില്ല. ഈ കാലയളവെന്ന് പറഞ്ഞാൽ ഏതാണ്ട് AD 590 തൊട്ട് 1517 വരെയുള്ള കാലഘട്ടമാണ്. 1517 നവോത്ഥാനം ഉണ്ടാകുന്നത്, റിഫോർമേഷൻ. പ്രൊട്ടസ്റ്റൻസ് ഉണ്ടാകുന്നത് ഈ 1517 തുടങ്ങിയാണ്. എന്നാൽ ഇവിടെ ഈ ദൂത് പറയുമ്പോൾ കർത്താവ് ഒരു കാര്യം പറയുന്നുണ്ട്. 22-ാം വാക്യം, ഞാൻ അവളെ കിടപ്പിലും അവളുമായി വ്യഭിചരിക്കുന്നവരെ അവളുടെ നടപ്പ് വിട്ട് മാനസാന്തരപ്പെടാതെ വലിയ കഷ്ടത്തിലാക്കി കളയും. ഈ മതസംഹിതയോട് വ്യഭിചാരം നടത്തുന്നവർ, മറ്റു വിധത്തിൽ പറഞ്ഞാൽ സഹകരിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അവളുമായി അടുത്ത ബന്ധം പുലർത്തുന്നവർ, ഒന്നായി മാറുന്നവർ എവിടെയാക്കുമെന്ന് പറഞ്ഞു? വലിയ കഷ്ടതയിലാക്കി കളയും. നമ്മുടെ അറിയാം കർത്താവിൻ്റെ വാക്ക്, മത്തായി 24:21 വാക്യം, ഇതുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതുമായ വലിയ കഷ്ടമുണ്ടാകും.
ഉൽപ്രാവണത്താൽ സഭ മാറ്റപ്പെട്ട ശേഷം ഇവിടെ വരുന്ന ഒരു കാലഘട്ടമാണ് ഈ വലിയ കഷ്ടം. ഈ സഭയോട് പറഞ്ഞു, ഞാൻ അവിടെ നിന്നെ വിട്ടുകളയും. അപ്പോൾ ഇവിടെ കർത്താവിൻ്റെ വാക്കിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കുക, ഈ ദ്വൈതര സഭ ആരെ കാണിക്കുന്നു? ആ സഭ മഹോപദ്രവ കാലഘട്ടത്തിൽ ഇവിടെ ഉണ്ട്. ഒന്നുകൂടെ ഞാൻ തീർത്ത് പറയുകയാണ്, തെളിച്ച് പറയുകയാണ്. ദ്വൈതര സഭയുടെ ദൂത് എഴുതുമ്പോൾ AD 590 തുടങ്ങി കാലഘട്ടത്തിൽ ലോകത്തിൽ പ്രൊട്ടസ്റ്റന്റ് സഭയില്ല. അന്നുള്ളത് കാത്തലിക് ചർച്ചാണ്. ഇവിടെ പറയുന്നത് ഈ കാത്തലിക് ചർച്ചിന്റെ കാര്യമാണ്. നമ്മൾ കണ്ടു, ആ സഭയോട് കർത്താവ് 2 പാപമാണ് ചൂണ്ടിക്കാണിച്ചത്. ദുർനടപ്പ് ആചരിക്കുന്നു, 20-ാം വാക്യം. താൻ പ്രവാചകി എന്ന് പറഞ്ഞ് സഭ പറഞ്ഞു, ഞങ്ങൾക്കാണ് വചനം നൽകിയത്, ഞങ്ങൾക്കാണ് വ്യാഖ്യാനിക്കാൻ അധികാരമുള്ളത്, സാമാന്യ ജനത്തിന് വേദപുസ്തകം വായിക്കാൻ അവകാശമില്ല. താൻ പ്രവാചകി എന്ന് പറഞ്ഞ് എൻ്റെ ജനത്തെ തെറ്റിച്ചു കളയുന്നു. എങ്ങനെ തെറ്റിക്കുന്നു? ദുർനടപ്പ് ആചരിക്കുകയും വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുകയും ചെയ്യുന്നു. 2 പാപം: ദുർനടപ്പ്, വേശ്യ വൃത്തി. നമുക്കറിയാം, ആത്മീയ ഗോളത്തിലും ദൈവത്തോട് കൂറുപുലർത്താത്തവരെ വേശ്യകളെന്ന് വിളിച്ചിട്ടുണ്ട്. യാക്കോബൻ ലേഖനത്തിൽ നമ്മൾ ഇന്നലെയും വായിച്ചു. ലോകസ്നേഹം ദൈവത്തോട്, വ്യഭിചാരിണികളായുള്ളവരെ, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാണ്. മ്ലേച്ഛത എന്ന് പറയുന്നത് ബിംബാരാധനയാണ്. 10 കൽപ്പനകളിൽ യാതൊരു ബിംബത്തെയും നമസ്കരിക്കരുത് എന്ന് തൻ്റെ കരങ്ങൾ കൊണ്ട് എഴുതിക്കൊടുത്ത ദൈവം, ആ ക്രിസ്ത്യ സഭ പള്ളികളിലൊന്ന് കയറി നോക്കുക, ഈ കാത്തലിക് ചർച്ചിൽ കയറി നോക്കുക, ബിംബങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സെന്റ് പീറ്റേഴ്സ്ബർഗ്, റോമിലെ, എനിക്ക് പരിചയമുള്ളൊരു സഹോദരൻ അവിടെ പോയിട്ട് വന്നിട്ട് പറഞ്ഞു, ബ്രോൺസിൽ ആ സെന്റ് പീറ്റേഴ്സ് ചർച്ചിനകത്ത് വലിയ പത്രോസിൻ്റെ ഒരു ബിംബമുണ്ട്. ആ ബിംബത്തിൻ്റെ കാൽപാദം താൻ നോക്കിയപ്പോൾ അത് തേഞ്ഞു പോയിരിക്കുക. ബ്രോൺസ് കൊണ്ടുണ്ടാക്കിയൊരു വലിയ ബിംബമാണ്, പത്രോസിനെ ഉണ്ടാക്കിയിരിക്കുക. എങ്ങനെയാ തേഞ്ഞു പോയെന്നറിയാമോ? അവിടെ സന്ദർശനത്തിന് വരുന്ന, പ്രാർത്ഥിക്കാൻ വരുന്നവർ ചുംബിച്ച് ഈ പത്രോസിന്റെ ബ്രോൺസ് കാൽപാദം ചുംബിച്ച് അങ്ങ് തേഞ്ഞുപോയി. യാതൊരു ബിംബത്തെയും നമസ്കരിക്കരുതെന്ന് പറഞ്ഞ ദൈവം എൻ്റെ സൗരന്മാരോടും പറയട്ടെ, കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ വലിയ കഷ്ടതയിലാക്കും. 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന അതാണ്. 17th ചാപ്റ്ററിൽ അതിന് വേറെ ഒരു പേര് കൊടുത്തു, മർമ്മം മഹദിയാം ബാബിലോൺ. അവളെ കാണുന്നു. നമുക്ക് പല കാര്യങ്ങൾ ഞാൻ അവിടെ നിന്ന് എടുത്തു. മാതാവെന്നാണ് ഇവളെ വിളിച്ചിരിക്കുന്നത്. മാതാവെന്ന് പറയുമ്പോൾ അവളിൽ നിന്നാണ് ഈ 2 പാപങ്ങൾ ലോകം മുഴുവൻ ഉത്ഭവിച്ചത്. അതിന് ജന്മം കൊടുത്തത് അവളാണ്. അവിടെ നിൽക്കട്ടെ, നമ്മൾ കണ്ടു ഇതിൻ്റെ പ്രാധാന്യത. ബൈബിളിൽ പുതിയ നിയമം നമ്മൾ എടുക്കുമ്പോൾ 19-ാം അധ്യായത്തിൽ ഹല്ലേലൂയ എന്ന പദം ആദ്യം ഉപയോഗിക്കുന്നത് ഇവിടെ ദൈവം ന്യായം വിധിക്കുമ്പോഴാണ്. 19-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഏതാനും വാക്യം വായിച്ചു നോക്കിയാൽ ഹല്ലേലൂയ എന്ന് പറയുന്ന പദം ഈ മതസംഹിതയെ ദൈവം ന്യായം വിധിച്ചു കഴിയുമ്പോൾ, ബാബിലോണെ ദൈവം ശിക്ഷിച്ചു കഴിയുമ്പോൾ, സ്വർഗത്തിൽ ഹല്ലേലൂയ പറയുക. ദാസന്മാരുടെ രക്തം അവളോട് നീ ചോദിച്ചു. എന്താ അതിൻ്റെ കാരണം? അതിൻ്റെ കാരണം ഇവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? 6-ാം വാക്യം നോക്കട്ടെ. വിശുദ്ധന്മാരുടെ രക്തവും യേശുവിൻ്റെ സാക്ഷിയുടെ രക്തവും കുടിച്ച് സ്ത്രീ മത്തയായിരിക്കുന്നു. പ്രതികാരം ചെയ്തില്ല അവർ. കാരണം അവരുടെ കർത്താവ് പഠിപ്പിച്ചു, നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു, ഈ രാജ്യം സഹിഷ്ണുതയുടെ രാജ്യമാണ്. വാൾ ഉറയിലിടുവാനായിട്ട് ആവശ്യപ്പെട്ടു. അവർ സഹിച്ചു അവസാനത്തോളം. ഇന്ന് അവർക്ക് വേണ്ടി ഈ പ്രതികാരം ചെയ്യുമ്പോൾ ആ ദൈവത്തിൻ്റെ നീതി കണ്ടിട്ട് സ്വർഗത്തിൽ സന്തോഷിക്കുകയാണ്, ഹല്ലേലൂയ പറയുകയാണ്. ഇവിടെ നമ്മൾ കണ്ടു, ആദ്യമായി ഹല്ലേലൂയ പറയുന്നു. അതിൻ്റെ പ്രാധാന്യത ഓർത്തെ. മറ്റൊരു കാര്യം ഞാൻ ചൂണ്ടിക്കാണിച്ചു. ഈ പുതിയ നിയമത്തിൽ ബോൾഡ് ലെറ്ററിൽ ഏത് ലാംഗ്വേജ് എടുത്താലും
ആ 17-5 ബോൾഡ് ലെറ്ററിലാണ്. അതിൻ്റെ പ്രാധാന്യത കൊണ്ട് അങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്. നമുക്കിനിയും ഞാൻ കഴിഞ്ഞ ആഴ്ച ഇന്നലെ എടുത്ത ക്ലാസ്സിലേക്ക് ആവർത്തിക്കാതെ ഞാനൊരു പുതിയ ഭാഗത്തിലേക്ക് കടന്നു പോവുകയാണ്. എന്തിനാണ് ഇതിന് മർമ്മം മഹദിയാം ബാബിലോൺ എന്ന് പേര് കൊടുത്തത്? എന്തിനാണ് ആ പേര് കൊടുത്തത്? നമുക്കതിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് പോകാം. നമുക്ക് ഉൽപ്പത്തി പുസ്തകം 10-ാം അധ്യായവും 11-ാം അധ്യായവും പരിശോധിക്കണം. ജനസിസ് ചാപ്റ്റർ 10 and 11. ബൈബിൾ ഉള്ളവരൊക്കെ ഒന്ന് എടുക്കണേ. ഞാൻ വളരെ ലളിതമായി ആ ചരിത്രം ഗ്രഹിക്കത്തക്കവണ്ണം എടുക്കുകയാണ്. ദൈവം സഹായിക്കട്ടെ. നോഹയുടെ മക്കള് അവർ മൾട്ടിപ്ലൈ ചെയ്യുകയാണ്. മൾട്ടിപ്ലൈ ചെയ്ത് അവർക്കെല്ലാം ഒരു ഭാഷയാണ്. എന്നാൽ ഒരു പർട്ടിക്കുലർ ടൈം ചരിത്രത്തിന് ഒരു മാറ്റം ഉണ്ടാകും. 10-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം നോക്കിക്കാട്ടെ. ഇവരാൽ ജാതികളുടെ ദ്വീപുകളും അതാത് ദേശത്തിൽ ഭാഷ ഭാഷയായും ജാതി ജാതിയായും കുലം കുലമായും പിരിയുകയാണ്. 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, ഭൂമിയിലൊക്കെ ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. 9-ാം വാക്യം നോക്കി, സർവഭൂമിയിലെ ഭാഷ യഹോവ അവിടെ വെച്ച് കളഞ്ഞു. അതിന് ബാബേൽ എന്ന് പേരായി. ഇനി 10-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം നോക്കിയാട്ടെ. 25-ാം വാക്യം, 10-25. ഒരുത്തിന് പേലഗ് എന്ന പേർ. അവന്റെ കാലത്തായിരുന്നു ഭൂവാസികൾ പിരിഞ്ഞുപോയത്. നോക്കിയാട്ടെ, നോഹിക്ക് 3 മക്കളാണ്, ഷേം, ഹാം, യാഫത്ത്. 21-ാം വാക്യത്തില് ഷേമിന്റെ പിൻഗാമികളെ കുറിച്ച് പറയുന്നുണ്ട്. ഷേമിന്റെ പുത്രന്മാർ 22, അശൂര്, അർപ്പക്ഷാദ്. ഈ അർപ്പക്ഷാദ് 24-ാം വാക്യത്തിൽ ശാലഹിനെ ജനിപ്പിച്ചു. 24 ശാലഹ് ഏബാരിനെ ജനിപ്പിച്ചു. ഏബാര് പേലഗിനെ ജനിപ്പിച്ചു. അപ്പോൾ ഷേമിന്റെ മകള് അർപ്പക്ഷാദ്, ശാലേം, ഏബാര്, പേലഗ്. അതായത് നോഹയുടെ മകനാണ് ഷേം. ഷേം കഴിഞ്ഞ് 4th ജനറേഷൻ വന്നപ്പോഴാണ് പിരിച്ചിലുണ്ടാകുന്നത്. 4th ജനറേഷൻ. അപ്പൊ ഇത് കണക്കാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ കാലഘട്ടം വെച്ച് കണക്കാക്കിയപ്പോൾ മനസ്സിലായി 100 വർഷം നോഹയുടെ ജലപ്രളയം ഉണ്ടായി. ഈ മക്കൾ ഷേം, ഹാം, യാഫത്ത് 100 വർഷം അവർ ഒന്നിച്ച് ഒരേ ഭാഷ, ഒന്നിച്ച് ദൈവത്തെ ആരാധിച്ച് കഴിയുകയാണ്. പിന്നീട് ആ 4th ജനറേഷൻ വന്നപ്പോഴാണ് പേലഗ് അവർ പിരിയുന്നു. അതാത് ജാതികളും ഭാഷകളുമായി പിരിയുകയാണ്. ഇവിടെ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. നോഹയുടെ കാലത്ത് ഈ മക്കൾക്കൊക്കെ ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണ പരിജ്ഞാനമുണ്ട്. അതിൻ്റെ അങ്ങനെ പറയുന്നത്, അന്നത്തെ കാലത്ത് എഴുതിയ ബൈബിളൊന്നുമില്ല, എഴുതിയ തിരുവചനമില്ല. 2 വിധത്തിലാണ് ദൈവം അത് ഹാൻഡ് ഓവർ ചെയ്തത്. ഒന്ന് വാമൊഴി, മറ്റേത് വരമൊഴി. നാം ഇന്ന് വാമൊഴിയല്ല വരമൊഴിയാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് എഴുതി തന്നിരിക്കുക. എന്നാൽ വാമൊഴിയായി, അതായത് പുരാതന കാലത്ത് എഴുത്തുകളൊന്നുമില്ല. അന്ന് ഈ ദൈവത്തിൽ നിന്നുള്ള അറിവുകൾ ആ പിതാക്കന്മാർ മക്കൾക്ക് പറഞ്ഞു കൊടുത്തു. ആ മക്കള് അവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തു. വാമൊഴിയായി കടന്നുപോയി. നോഹയുടെ കാലത്ത് കഴിഞ്ഞിട്ട് 100 വർഷം വരെ ഈ ദൈവത്തെക്കുറിച്ച് ഭൂരിഭാഗം ആളുകൾക്കും നല്ല പരിജ്ഞാനമുണ്ട്. അവർ ദൈവത്തിന് പ്രസാദമുള്ള യാഗങ്ങളൊക്കെ അർപ്പിക്കുന്നുണ്ട്. എന്നാൽ 100 വർഷം കഴിഞ്ഞു, 101 വർഷമായി. ആ വർഷത്തിലാണ് പിരിച്ചിൽ സംഭവിക്കുന്നത്. ആ പിരിച്ചിലുണ്ടാകാൻ കാരണം എന്താണ്? നമുക്ക് നോക്കാം. എന്തിനാണ് ബാബേലെന്ന് പേര് കൊടുത്ത്, മർമ്മം മഹദിയാം ബാബിലോൺ എന്ന് പേര് കൊടുത്ത് എന്തിനാണെന്ന് നാം പരിശോധിക്കുകയാണ്. ഇവിടെ
ദൈവം മനുഷ്യരോട് ആവശ്യപ്പെട്ടു. 9-ാം അധ്യായം നോക്കിയാട്ടെ, 1-ാം വാക്യം. ദൈവം നോഹയും അവന്റെ പുത്രന്മാരെയും അനുഗ്രഹിച്ച് അവരോട് അരുളിച്ചെയ്തെന്നാൽ, നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറവേ. ഇംഗ്ലീഷിൽ വായിച്ചാൽ, ബി ഫ്രൂട്ട്ഫുൾ, മൾട്ടിപ്ലൈ ആൻഡ് ഫിൽ ദ വേൾഡ്. നിങ്ങൾ പെരുകി ഭൂമിയിൽ നിറയണം. ഫിൽ ദ വേൾഡ് ദൈവം അവരോട് ആവശ്യപ്പെട്ടു. പക്ഷേ ഈ 4th ജനറേഷൻ വന്നപ്പോൾ, 11-ാം അധ്യായം എടുത്താട്ടെ, 11-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം. ഭൂമിയിലൊക്കെ ഒരേ ഭാഷയും ഒരേ വാക്കുമായിരുന്നു. 6 തൊട്ടുള്ള വാക്യം. അപ്പോൾ അതിൻ്റെ 4-ാം വാക്യം. വരുവീൻ, നമുക്ക് 3 കൂട്ടങ്ങൾ വായിക്കാം. അവർ തമ്മിൽ വരുവീൻ, നാം ഇഷ്ടിക അറുത്ത് ചുടുക. അങ്ങനെ അവർ ഇഷ്ടിക കല്ലായും പശമണ്ണ് കുമ്മായമായി ഉപയോഗിച്ച് വരുവീൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിക്കാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്നൊരു ഗോപുരവും പണിയുക, നമുക്കൊരു പേരുണ്ടാക്കുക എന്ന് പറഞ്ഞു. മനുഷ്യർ പണിത പട്ടണം ഗോപുരവും കാണേണ്ടതിന് യഹോവ ഇറങ്ങി വന്നു. അപ്പോൾ യഹോവ, ഇതാ ജനമൊന്ന്, അവർക്കെല്ലാവർക്കും ഭാഷയും ഒന്ന്. ഇതും അവർ ചെയ്യുവാൻ തുടങ്ങുന്നു. അവർ ചെയ്യുവാൻ നിരൂപിക്കുന്നതൊന്നും അവർക്ക് അസാധ്യമാകുകയില്ല. വരുവീൻ, നാം ഇറങ്ങിച്ചെന്ന് അവർ തമ്മിൽ ഭാഷ തിരിച്ചറിയാതിരിപ്പാൻ അവരുടെ ഭാഷ കലക്കിക്കളക എന്ന് പറഞ്ഞു. അതിൻ്റെ 9-ാം വാക്യം. സർവഭൂമിയുടെയും ഭാഷ യഹോവ വെച്ച് കലക്കിക്കളഞ്ഞു. അതിന് ബാബേൽ എന്ന് പേരായി. ഇവിടെ ബാബേൽ എന്ന് പേരായി. നമ്മൾ ഓർക്കണം, എബ്രായ ഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. എബ്രായ ഭാഷയിൽ ഇത് എഴുതുമ്പോൾ 10-ാം അധ്യായം ഒന്ന് നോക്കിയാട്ടെ. 10-ാം അധ്യായം 6 തൊട്ടുള്ള വാക്യം. ഹാമിന്റെ പുത്രന്മാർ കൂശ്, മിസ്രയും, പൂത്ത്, കനാൻ പറഞ്ഞു പോവുകയാണ്. ആദ്യത്തെ ഹാം, ഷേം. ഹാം നോഹയുടെ മകനാണ്. ഹാമിന്റെ മകനാണ് കൂശ്. 8-ാം വാക്യം. കൂശ് നിമ്രോദിനെ ജനിപ്പിച്ചു. കൂശിന്റെ മകനാണ് നിമ്രോദ്. അവൻ ഭൂമിയിൽ ആദ്യ വീരനായിരുന്നു. യഹോയുടെ മുമ്പാകെ നായാട്ട് വീരനായിരുന്നു. അതുകൊണ്ട് യഹോയുടെ മുമ്പാകെ നിമ്രോദിനെ പോലെ നായാട്ട് വീരൻ എന്ന് പഴഞ്ചൊല്ലായി. അവന്റെ രാജ്യത്തിന്റെ ആരംഭം ശീനാർ ദേശത്ത് ബാബേൽ. അപ്പം ശീനാർ ദേശത്ത് ബാബേൽ, അതിന്റെ തലവൻ ആരാണ്? ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, നിമ്രോദാണ്. നിമ്രോദ്. പുരാതന കാലത്ത് പേരുകൾക്ക് അർത്ഥമുണ്ട്. അങ്ങനെയാണ് പേരിടുന്നതും. നിമ്രോദ് എന്ന പേരിന്റെ അർത്ഥം നമ്മൾ ഓർക്കണം. ആരാണ് ഈ നിമ്രോദ്? നോഹയുടെ മകനാണ് ഹാമിന്റെ മകനാണ് കൂശിന്റെ മകനാണ് നിമ്രോദ്. നമ്മൾ ഓർത്തതുപോലെ 4th ജനറേഷനാണ് നിമ്രോദ്. നിമ്രോദ് എന്ന വാക്കിന്റെ അർത്ഥം റിബൽ എന്നാണ്. റിബൽ, ആ പേരിന്റെ അർത്ഥം അതാണ്. നിങ്ങൾ ഒരു സ്ട്രോങ് കൺകോർഡൻസോ എല്ലാം എടുത്തു നോക്കിയാൽ അവിടെ എഴുതിയിരിക്കുന്നത് കാണാം. ഇവിടെ 9-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, 10-9, നായാട്ടുവീരനായിരുന്നു. എ മൈറ്റി ഹണ്ടർ ബിഫോർ ദ ലോർഡ്. എ മൈറ്റി ഹണ്ടർ ബിഫോർ ദ ലോർഡ്. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന മൈറ്റി എന്ന വാക്ക് നമ്മൾ ഗോലിയാത്തിന് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാ. മല്ലൻ എന്ന വാക്ക. 1 ശമൂവേൽ 17:4 ഗോലിയാത്തിന് മല്ലൻ എന്ന് ഉപയോഗിച്ചു. ആ വാക്കാണ് ഈ നിമ്രോദിന് ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, ഹി വാസ് എ ജയന്റ് റിബൽ, ഒരു അൺയൂഷ്വൽ പവർഫുൾ റിബൽ. ആരോട് റിബൽ ചെയ്തു? ഹി വാസ് എ റിബൽ അഗെയിൻസ്റ്റ് ഗോഡ്. അവന് 10-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ അവന്റെ രാജ്യത്തിന്റെ ആരംഭം ശീനാർ ദേശത്തെ ബാബേലായിരുന്നു. നമ്മൾ ഓർക്കണം, അവന് രാജാവാണെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അവന്റെ രാജ്യത്തെക്കുറിച്ച് പറയുന്നു. ഏതാണ്ട് ബാബേല്, ഏരക്ക്, അക്കാദ്, കൽനോ, 4 പ്രദേശത്തിന്റെ രാജാവാണ് നിമ്രോദ്. പക്ഷെ അവിടെ ഒരു വാക്ക് എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ശീനാർ ദേശത്തെ ബാബേൽ. ശീനാർ ദേശം നമുക്കറിയാം, ഇന്നത്തെ ഇറാഖിന്റെ പ്രദേശമാണ്. അവിടെ 11-ാം അധ്യായം നോക്കി, ഈ മനുഷ്യരെ ഒരേ ഭാഷയായിരുന്നു,
അവർ കിഴക്കോട്ട് യാത്ര ചെയ്ത് ഷീനാർ ദേശത്തൊരു സമഭൂമി കണ്ടു. അവിടെയാണ് കുടിയിരുന്നിട്ട് അവര് ഇഷ്ടിക ഉണ്ടാക്കി, ചുട്ടെടുത്ത ഇഷ്ടികയും ടാറും ഉപയോഗിച്ച് അവര് ടവർ പണിയുകയാണ്. ഈ ടവർ എന്തിനാ പണിയുന്നത്? സ്വർഗത്തിലെത്തണം. അപ്പൊ സ്വർഗം എന്നുള്ള വിഷയം അവർക്കറിയാം. ദൈവം സ്വർഗത്തിലാണെന്നും സ്വർഗത്തിൽ എത്തണമെന്നൊക്കെ ഉള്ളത് അവർക്കറിയാം. ഇവിടെ നമ്മൾ ഓർക്കണം, ഈ ബാബേൽ എന്ന പേര് നമുക്ക് അല്പം ഹീബ്രു ഭാഷ അറിയാവുന്നവർക്കറിയാം. ഏൽ എന്ന് പറഞ്ഞാൽ ഗോഡ് എന്ന. ഏൽ യഹൂദന്മാരുടെ പേരിൽ മിക്ക പേരിലും ഏൽ എന്നുള്ള പേര് വരുന്ന കാണാൻ സാധിക്കും. എൽ എലിയോൺ, എൽ എന്നുള്ള വാക്ക് ഗോഡ് എന്നാണ്. അപ്പം ബാബേൽ, ബാബ് ഏൽ, ബാബ് ഏൽ എന്ന് പറഞ്ഞാൽ ഗേറ്റ് ഓഫ് ഗോഡ് എന്നാണ്. അതായത് ഗേറ്റ് ഓഫ് ഗോഡ്. അവർക്ക് ദൈവത്തിന്റെ അടുക്കൽ സ്വർഗത്തിൽ ചെന്ന് കയറണം. ദൈവം കൺഫ്യൂഷൻ ആക്കി കഴിഞ്ഞപ്പോൾ അതിന്റെ പേര് ബാബേൽ എന്നാക്കി. അതായത് 9-ാം വാക്യത്തിൽ ബാബേൽ എന്നാക്കി. മറ്റേത് അങ്ങനെയല്ല, ബാബ് ഏൽ എന്നാണ്. ബാബേൽ, ഗേറ്റ് ഓഫ് ഗോഡ്. ബാബേലായി. ബാബേൽ എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ എന്നാണ്. ഗോഡ് കൺഫ്യൂസ് ദം. ഒരു കാര്യം പ്രത്യേകം ഇവിടെ ഓർക്കുക, ജലപ്രളയം ഉണ്ടായി 4 ജനറേഷൻ, 4th ജനറേഷൻ ആയപ്പോൾ അവർ ദൈവത്തോട് റിബല്യസ് ആകുകയാണ്. അവിടുത്തെ ജനങ്ങളെ നോക്കി. ആ ജനങ്ങള് 3-4 വാക്യം, 11-ന്റെ 3-4 വാക്യം, അവർ തമ്മിലാണ്. വരുവീൻ, നാം ഇഷ്ടികാർത്ത് ഉണ്ടാക്കുക, വരുവീൻ, നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകരുത്. നമ്മൾ പോകരുത്, നമുക്ക് പേര് വേണം, നമുക്കൊന്നായി പാർക്കണം. സി, ഹിയർ സ്റ്റാർട്ട്സ് the beginning of one world religion. അതായത് സ്വർഗത്തിലെത്തണം. നമ്മൾ ഓർക്കണം, സാത്താന്റെ പാപം ഇതല്ലായിരുന്നു. യെശയ്യാപ്രവചനം 14:13 നോക്കിയേ, ഞാൻ സ്വർഗത്തിൽ കയറും, ഐ വിൽ അസെൻഡ് ഇൻടു ഹെവൻ. ഇവിടെയും അത് തന്നെയാണ് കാണുന്നത്. ബാബേൽ ഗേറ്റ്, സ്വർഗം വരെ എത്തുന്ന ഒരു ഗോപുരം പണിത് ആ ദൈവത്തിന്റെ അടുക്കലേക്ക് എത്തുന്ന ഒരു വാതില് അവർ പണിയുകയാണ്. സോന്മാരെ, ചില വാക്യങ്ങൾ കൂടെ ഞാനൊന്ന് വായിച്ചോട്ടെ. ഇത് കൂടുതൽ മനസ്സിലാക്കാൻ നമുക്ക് യെശയ്യാപ്രവചനം എടുക്കാം. 1-2 വാക്യം ഞാനൊന്ന് കാണിച്ചോട്ടെ. യെശയ്യാപ്രവചനം 47-ാം അധ്യായം, ഐസിയ 47. യെശയ്യാപ്രവചനം 47-ാം അധ്യായം, അതിന്റെ 12 തൊട്ടുള്ള വാക്യം. ഇവിടെ 1-ാം വാക്യം നോക്കിയേ. ബാബേൽ പുത്രിയെ എന്ന് പറഞ്ഞ് ബാബേലിനെ കുറിച്ചുള്ള ദൈവം പറയുന്ന വാക്കാണ്. 12-ാം വാക്യം നോക്കിയേ. നീ ബാല്യം മുതൽ അധ്വാനിച്ച് ചെയ്യുന്ന നിന്റെ മന്ത്രവാദങ്ങൾ കൊണ്ടും ക്ഷുദ്രപ്രയോഗങ്ങളുടെ പെരുപ്പം കൊണ്ടും. 13-ാം വാക്യം, നീ നിന്റെ ആലോചനയുടെ ബാഹുല്യം കൊണ്ട് നീ വലിഞ്ഞിരിക്കുന്നു. ജ്യോതിഷക്കാരും നക്ഷത്രം നോക്കുന്നവരും നിനക്ക് വരുവാനുള്ള മാസാന്തരം അറിയിക്കുന്നവരും ഇപ്പോൾ എഴുന്നേറ്റ് നിന്നെ രക്ഷിക്കട്ടെ. എൻ്റെ സഹോദരന്മാരെ, ദൈവത്തിന്റെ വചനത്തിൽ കണ്ടു ബാബേൽ മർമ്മം, മിസ്റ്ററി. ഇവര് ഈ പണിതുയർത്തിയ ഗോപുരമുണ്ടല്ലോ, ഇതൊരു ആരാധനാ സ്ഥലമാണ്. നിങ്ങളെ ചിലർക്കെങ്കിലും അറിയാം, സിഗരറ്റ് സിഗരറ്റ്സ് എന്ന് പറയുന്ന ഇങ്ങനെ വട്ടത്തിൽ പണിത ഗോപുരം, സ്റ്റെപ്പ് കൊണ്ട് കെട്ടിപ്പോയി ഇരിക്കുന്ന ഒരു ടവർ, അത് ബാബേലിൽ പണിതിന്റെ അത്ര 20 എണ്ണം ആർക്കിയോളജിസ്റ്റുകൾ ആ പ്രദേശത്ത് കണ്ടുപിടിച്ചു. 20 എണ്ണം ആർക്കിയോളജിസ്റ്റ് കണ്ടുപിടിച്ചു. അതെന്തിനാണെന്നറിയാമോ? നക്ഷത്രങ്ങളെ നോക്കുകയാണ്. നമ്മൾ കണ്ടിട്ടുണ്ട് സോഡിയാക്ക് എന്നൊക്കെ പറഞ്ഞ്. ഈ ലോകത്തിന്റെ ഏത് കോണിൽ ചെന്നാലും ഏത് പത്രങ്ങൾ എടുത്താലും നക്ഷത്ര വാരഫലം, ജ്യോതിഷം, കേരളത്തിൽ ഇന്ത്യയിലും മാത്രമല്ല
അമേരിക്ക ചെന്ന് നോക്കുക, ലോകത്തിന്റെ ഏത് കോണിൽ ചെന്ന് നോക്കുക. ഇത് എവിടുന്ന് ആരംഭിച്ചതാണ്? ഇവിടെ വായിക്കുന്ന നോക്കിയേ, ബാബേലില് ബാല്യം മുതൽ മന്ത്രവാദവും ക്ഷുദ്രപ്രയോഗവും ജ്യോതിഷക്കാരും നക്ഷത്രം നോക്കുന്നവരും സോഡിയക്ക് നോക്കുന്നവരൊക്കെയാണ്. ഇവിടെയാണ് ഇതിന്റെ ആരംഭം. ബൈബിളിൽ രേഖപ്പെടുത്തി വെച്ചു. ഇത് ബാബേലിന്റെ ബാല്യം മുതലുള്ള ഇതാണ്. ഒരു വാക്യം കൂടെ നോക്കാം. ജെരമ്യ 51, ജെരമ്യ പ്രവചനം 51 7 വാക്യം നോക്കാട്ടെ. യെരമ്യാ പ്രവചനം 51 7 വാക്യം. യെരമ്യാ പ്രവചനം 51 7 ബാബേൽ യഹോവയുടെ കയ്യിൽ സർവഭൂമിയും ലഹരി പിടിപ്പിക്കുന്ന പൊൻപാത്രമായിരുന്നു. ജാതികൾ അതിന്റെ വീഞ്ഞു കുടിച്ച് അവർക്ക് ഭ്രാന്ത് പിടിച്ചു. ബാബേൽ സർവഭൂമിയെ ലഹരി പിടിപ്പിക്കുന്നു. ബാബേലിന്റെ പാപം സർവഭൂമിയിലും. എങ്ങനെയാണ് സർവഭൂമിയിലും ആയത്? ദൈവം ഈ പാപം ചെയ്തുകൊണ്ടിരുന്ന മന്ത്രവാദവും ജ്യോതിഷവും നക്ഷത്രം നോക്കുന്നവരും അതുപോലെ ഈ സിഗരറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പണി പൂർത്തീകരിച്ചില്ല. അതിന്റെ ശരിക്കും ഇതിന്റെ ചിത്രങ്ങള് നമ്മളെ നെറ്റിലൊക്കെ കയറി ഒന്ന് സെർച്ച് ചെയ്താല് ഇതിന്റെ ചിത്രം കാണാം. ആ ചിത്രം പലതും നമ്മളെ പഠിപ്പിക്കുന്നു. ആ ചിത്രത്തില് ഈ സിഗരറ്റ് ഉണ്ടാക്കിയിരിക്കുന്നത് മിക്കവാറും അതിന്റെ മുകൾ വശം പണി തീർന്നിട്ടില്ല. ഈ ടവറിന്റെ മോൾ വശം പണി തീർന്നിട്ടില്ല. അൺഫിനിഷ്ഡ് വർക്കാണ്. എന്താ കാരണം? അത് പണിത് അവിടെ വരെ ചെന്നപ്പോഴാണ് ദൈവം കൺഫ്യൂഷനാക്കി അവരവിടെ നിന്ന് പോകേണ്ടി വന്നത്. ഇത് ഞാൻ മനസ്സിലാക്കിയ ശേഷം എന്നെ ഒരുപാട് ചിന്തിപ്പിച്ചൊരു കാര്യം കൂടെ ഞാൻ സന്ദർഭോചിതമായി പറഞ്ഞു പോകട്ടെ. യൂറോപ്യൻ യൂണിയൻ, പുരാതന റോമൻ സാമ്രാജ്യം എഴുന്നേറ്റ് വരണം. യൂറോപ്യൻ യൂണിയൻ അതിന്റെ മുന്നോടിയാണ്. യൂറോപ്യൻ യൂണിയന് 2 പാർലമെന്റ് കെട്ടിടമുണ്ട്. ഒന്ന് ബ്രസൽസിലാണ്, മറ്റൊന്ന് സ്റ്റാർബർഗ് എന്ന് പറയുന്ന സ്ഥലത്താണ്. സ്റ്റാർബർഗ് എന്ന് പറയുന്നത് ഫ്രാൻസിലാണ്, ജർമ്മനിയോട് അതിരിൽ ചേർന്നതാണ്. 1999 അതിന്റെ പണി കഴിപ്പിച്ചത്. 1133 ഓഫീസുണ്ട് അതിന്. 1133 ഓഫീസുണ്ട്. $400 മില്യൺ ആ കെട്ടിടത്തിന് ചെലവഴിച്ചത്. ഈ കെട്ടിടത്തിന്റെ ഡിസൈന് ഇവര് പണിയാൻ തുടങ്ങുമ്പോൾ, ഈ യൂറോപ്യൻ യൂണിയന്റെ പാർലമെന്റ് മന്ദിരം പണിയാൻ തുടങ്ങിയപ്പോൾ ഒരുപാട് അതിൻ്റെ ഡിസൈനുകൾ അവർ ആവശ്യപ്പെട്ടു. ആ ഡിസൈന് അവസാനം സ്റ്റാർബക്ക് പണിതത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ടവർ പോലെയാണ്. ആ ടവറിൻ്റെ മുകൾ വശം ഫിനിഷ് ആയിട്ടില്ല. അതായത് ബാബേലിൽ അൺഫിനിഷ്ഡ് ടവർ പോലെയാണ് യൂറോപ്യൻ യൂണിയന്റെ സ്റ്റാർബർഗിൽ പണിതിരിക്കുന്ന ആ പാർലമെന്റ് കെട്ടിടം. അവരുടെ മോട്ടോ വൺ ലാംഗ്വേജ്, പീപ്പിൾ ആർ വൺ. ഒരു ഭാഷ, ജനങ്ങൾ ഒന്ന്. വൺ വേൾഡ്, വൺ ചർച്ച്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ബാബേലിൽ പണി ആരംഭിച്ചു, ദൈവം പണിയാൻ നിർത്തിക്കളച്ചു. ആ കെട്ടിടത്തിന്റെ മുകൾ വശം പണി തീരാതെ കിടക്കുന്നു. അതേ ഷേപ്പിൽ ഈ EU, അതായത് യൂറോപ്യൻ യൂണിയൻ കെട്ടിടത്തിന്റെ ആ പാർലമെന്റ് മന്ദിരം പണിതിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി. ടൈം എന്ന് പറയുന്ന മാഗസിനകത്ത് ഇതിനെക്കുറിച്ചുള്ള ആർട്ടിക്കിൾ വന്നപ്പോൾ ഒരു പിക്ചർ അതിൻ്റെ ഫ്രണ്ടിലുണ്ടായിരുന്നു. ഈ ടൈം മാഗസിൻ്റെ വെളിപാട് പുസ്തകം 17-ാം അധ്യായത്തിലെ ഒരു 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 ബീസ്റ്റിനെ, ഒരു മൃഗത്തെ ഒരു സ്ത്രീ നയിക്കുന്ന ചിത്രം. ഒരു കൊടി പിടിച്ചിട്ടുണ്ട്, EU ഫ്ലാഗ്. അതിൽ 12 നക്ഷത്രമുണ്ട്. റെവലേഷൻ ചാപ്റ്റർ 12 പറഞ്ഞിരിക്കുന്ന അതേ ചിത്രം. ഞാൻ സന്ദർഭോചിതമായി അത് പറഞ്ഞു വന്നേ. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ജ്യോതിഷം, മന്ത്രവാദം, നക്ഷത്രനോട്ടം എന്തിനു പറയുന്നു?
ഇതെല്ലാം ആരംഭിച്ചത് ബാബിലോണിൽ നിന്നാണ്. ബാബിലോണിൽ ആരംഭിച്ച് ദൈവം ഭാഷ കലക്കി കഴിഞ്ഞപ്പോൾ ഇവർ ലോകത്തിൽ ചിതറിപ്പോയി. ലോകത്തിൽ ചിതറിപ്പോയപ്പോൾ ലോകത്തിൽ ആഗോളമായി ഈ പാപവും കൊണ്ടാണ് അവർ പോയത്. പിന്നീട് വെളിപാട് പുസ്തകം 17-ാം അധ്യായം നോക്കിയാട്ടെ. നമ്മുടെ വിഷയം നമ്മൾക്ക് കുറെയെങ്കിലും നോക്കണമല്ലോ. 17-ാം അധ്യായം. ആ 17-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം നോക്കിയാട്ടെ. ഇവിടെ ജ്ഞാനബുദ്ധി ഉണ്ട്. തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാകുന്നു. അവ 7 രാജാക്കന്മാരുമാകുന്നു. 5 പേർ വീണുപോയി, ഒരുത്തനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞെന്നിരിക്കേണ്ടതാകുന്നു. ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു, 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയുള്ള ഒരു 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 തല 7 സ്ത്രീ ഇരിക്കുന്ന 7 മലയാണ്. തല, ഹെഡ്. സഭയുടെ ശിരസ് ക്രിസ്തുവാണ്. ശിരസ്സാണ് ഒരു ശരീരത്തെ നിയന്ത്രിക്കുന്നത്. ഇവിടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നു, ഈ സ്ത്രീയുടെ തലയെന്ന് പറയുന്നത് 7 മലയാണ്. ദാറ്റ് ഈസ് റോം. 7 ഹിൽഡ് സിറ്റി ഈസ് റോം. തീർന്നില്ല. ദൈവം പിന്നെ പറഞ്ഞു, അവ 7 രാജാക്കന്മാരുമാണ്. 5 പേര് വീണുപോയി, ഒരുത്തനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞൊന്നിരിക്കണം. നമ്മൾ പഠിച്ചു നോക്കിയാൽ 7 രാജാക്കന്മാർ, 7 അവ 7 രാജാക്കന്മാർ, 7 എംപയറോ 7 കിങ്സോ എന്ന് ഭാഷാന്തരം ചെയ്യാം. ചരിത്രം പരിശോധിച്ചാൽ യോഹന്നാൻ ഇത് രേഖപ്പെടുത്തുമ്പോൾ ഇവിടെ രേഖപ്പെടുത്തിയ പോലെ 7 രാജാക്കന്മാർ. ആദ്യം ഭൂമിയിലുണ്ടായ ആഗോള ഭരണം ഈജിപ്റ്റ്, പിന്നെ അസിറിയ, ബാബിലോൺ, മേദ്യപാർഷ്യ, ഗ്രീസ്, റോം, 7ാമത് റിവൈവ്ഡ് റോമൻ എംപയർ. 6ാമത്തേത് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യോഹന്നാന് വെളിപ്പാടുണ്ടാകുന്നത്. അവിടെ പറഞ്ഞു കണ്ടോ, 5 പേർ വീണുപോയി. ഈജിപ്റ്റ്, അസിറിയ, ബാബിലോൺ, മേദ്യപാർഷ്യ, ഗ്രീസ്. 5 പേര് പോയി. 6ാമത്തവനുണ്ട്, 7ാമത്തവൻ വരും, റിവൈവ്ഡ് റോമൻ എംപയർ. അവരിൽ നിന്ന് 8ാമത്തെ ഒരുത്തൻ വരും. നോക്കിയാട്ടെ, അവ 7 രാജാക്കന്മാരാണ്. 5 പേര് വീണുപോയി, ഒരുത്തനുണ്ട്, മറ്റവൻ ഇതുവരെ വന്നിട്ടില്ല. വന്നാൽ പിന്നെ അവൻ കുറഞ്ഞെന്നിരിക്കണം. ഉണ്ടായിരുന്നതും ഇല്ലാത്തതുമായ മൃഗമേ 8ാമത്തവൻ. 7ാമത്തേതാണ് റിവൈവ്ഡ് റോമൻ എംപയർ. അതിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നവനാണ് 8ാമത്തവൻ, ആന്റി ക്രൈസ്റ്റ്. എന്നാൽ ഞാനിത് എടുത്തതിൻ്റെ കാരണം, ഞാനിത് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മൾ ബാബിലോണെ കുറിച്ച് പഠിക്കുകയായിരുന്നു. ബാബിലോണെ കുറിച്ച് പഠിച്ചപ്പോൾ ഞാനൊരു ഒരു ഒരു അന്വേഷണം പോലെ നടത്തിയപ്പോൾ ഈ ഉടലെടുത്ത സാമ്രാജ്യങ്ങളൊക്കെ നമ്മൾ ബൈബിളിൻ്റെ വെളിച്ചത്തിൽ നോക്കിയാൽ ഈ ബാബിലോണിൻ്റെ മന്ത്രവാദവും ക്ഷുദ്രപ്രയോഗവും വ്യഭിചാരവും നമുക്കറിയാം, ദേവദാസി സമ്പ്രദായങ്ങളും ഒക്കെ നിറഞ്ഞു നിന്നു ആത്മീക പാപത്തിൻ്റെ ഭയങ്കരത്വം. ഉദാഹരണമായിട്ട് ആദ്യത്തെ എംപയർ ഈജിപ്ഷ്യൻ എംപയറാണ്. ഈജിപ്ഷ്യൻ എംപയർ എന്തിനു പറയുന്നു? മോശ വടിയിട്ടപ്പോൾ പാമ്പായി. ദൈവശക്തിയാൽ മന്ത്രവാദികളും പാമ്പാക്കി. മോശ ചെയ്ത പലതും മന്ത്രവാദികൾ ചെയ്യുന്നു. പുറപ്പാട് 12:12 മിസ്രൈമിലെ സകല ദേവന്മാരെയും ദേവന്മാരെ എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഐഡൽസിനുള്ള ബന്ധത്തിൽ അവരുടെ ദേവന്മാരാണ്, ഭൂതങ്ങളാണ്. എന്തിനു പറയുന്നു? ഈജിപ്ഷ്യൻ പിരമിഡ്സ്. നിങ്ങളൊരു ചെറിയ അന്വേഷണം നടത്തി നോക്കി. ഈ പിരമിഡ്, ഗീസ പിരമിഡൊക്കെ അത്ഭുതമാണ്, ലോകത്തിലെ അത്ഭുതം. അതിൻ്റെ ബേസ് 13 ഏക്കറുണ്ട്. ഗീസ പിരമിഡിൻ്റെ 13 ഏക്കർ. 20 വർഷം
1,00,000 ആളുകൾ പണിതതാണ് ആ ഗീസ പിരമിഡ്. അതല്ല അതിൻ്റെ അത്ഭുതം. അതിൻ്റെ അത്ഭുതം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കറിയാം പിരമിഡ് ഇങ്ങനെ കോണായിട്ടിരിക്കുകയാണ്. ഇതിൻ്റെ ആ ആ സെൻട്രൽ പോയിന്റും അതിൻ്റെ വശമൊക്കെ ഉണ്ടല്ലോ, സൂര്യനോടുള്ള ബന്ധത്തിൽ അതിൻ്റെ അകലവും സൂര്യൻ മാറുന്നതനുസരിച്ച് ഇതിൻ്റെ ഓരോ ഭാഗത്തിനും ആശയം ഉള്ളത് ആയിട്ടാണ് അവർ പണിതിരിക്കുന്നത്. അത് മാനുഷികമായി ബുദ്ധിമുട്ടാണ്. മന്ത്രവാദം അത്ര കുടികൊണ്ട് നിന്ന ഈജിപ്ഷ്യൻ സംസ്കാരം. നിങ്ങൾ ഈജിപ്റ്റ് സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ഈ പിരമിഡിന്റെ അടുക്കല് സ്പിനക്സ് എന്ന് പറയുന്ന, അതായത് തല ഒരു മനുഷ്യൻ്റെതും ബോഡി സിംഹത്തിൻ്റെയും ആ ബിംബം അവിടെ ഉണ്ട്. വലിയ പിരമിഡ് പോലെ തന്നെ വലുതാണ്. ഞാൻ അവിടെ പോയി നിന്ന് അത് കണ്ടിട്ടുണ്ട്. ഇതെന്താണെന്നറിയാമോ? സോഡിയക്, അതായത് 12 നക്ഷത്രം കൊണ്ട് ഉള്ള ഒരു വലയമാണ് സോഡിയക്. ഈ സോഡിയക്കിൻ്റെ ഫസ്റ്റ് എന്ന് പറയുന്നത് വിർഗോയും അതിൻ്റെ അവസാനം എന്ന് പറയുന്നത് ലിയോ ആണ്. അവസാനം ലിയോ എന്ന് പറഞ്ഞാൽ ലയനും, വിർഗോ എന്ന് പറയുന്നത് ഒരു വുമണുമാണ്. അപ്പോൾ ഒരു സ്ത്രീയുടെ തലയും സിംഹത്തിന്റെ ബോഡിയും ഇത് രണ്ടും കൂടെ ഉണ്ടാക്കിയിരിക്കുന്നതാണ് സ്പിനക്സ്. അവർ വിശ്വസിക്കുന്നു ഈ സോഡിയക് 12 നക്ഷത്രങ്ങളുടെ ആ ചിത്രം ഉണ്ടല്ലോ സോഡിയക്, അതിൻ്റെ ഇത് രണ്ടും കൂടെ വന്ന് ജോയിൻ ചെയ്യുന്ന സ്ഥലമാണ് ഈ സ്പിനക്സ്. ഞാൻ ഈജിപ്ഷ്യൻ എംപയറിനെ കുറിച്ച് പറയുകയായിരുന്നു. ബാബിലോണിൽ ആരംഭിച്ച ബാല്യം മുതൽ നീ ക്ഷുദ്രം ചെയ്തും മന്ത്രവാദം ചെയ്തും ജ്യോതിഷം നോക്കിയും നീ നക്ഷത്രങ്ങളെ നോക്കിയും ഭാവി പറഞ്ഞും ഈജിപ്ഷ്യൻ എംപയറിൽ അത് തുടരുന്നു. അടുത്തത് അസിറിയൻ എംപയറാണ്. അസിറിയൻ എംപയർ, ഈ അസിറിയൻ എംപയറിന്റെ തലസ്ഥാനമാണ് നിനവെ. നിനവെ, യോനെ അയച്ച നിനവെ എന്ന് പറയുന്നത് അസിറിയൻ എംപയറിന്റെ ക്യാപിറ്റലാണ്. ഒറ്റ വാക്യം നമുക്ക് നോക്കാം. ഒറ്റ വാക്യം, നഹൂം പ്രവചനം. നഹൂം പ്രവചനം, നഹൂം പ്രവചനം 3-ാം അധ്യായം നമുക്ക് നോക്കാം. നഹൂം പ്രവചനം 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം നോക്കാം. ഞാൻ ഓർപ്പിച്ചു, നിനവെ എന്ന് പറയുന്നത് അസിറിയൻ എംപയറിന്റെ 2ാമത്തെ സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമാണ്. ദൈവം പറയുന്ന നോക്കിക്കാട്ടെ, നഹൂം 3:4, പരസംഗം കൊണ്ട് ജാതികളെയും ക്ഷുദ്രപ്രയോഗം കൊണ്ട് വംശങ്ങളെയും വിൽക്കുന്നവളായി ക്ഷുദ്ര നൈപുണ്യവും സൗന്ദര്യവുമുള്ള വേശ്യയുടെ പരസംഗ ബാഹുത്വ നിമിത്തം തന്നെ ഇങ്ങനെ ഭവിച്ചത്. ഒറ്റ വാക്യം മതി. ബിക്കോസ് ഓഫ് ദ മൾട്ടിറ്റ്യൂഡ് ഓഫ് ഹാർലട്രീസ്, സെഡക്ഷൻ ഹാർലട്രി, ദ മിസ്ട്രസ് ഓഫ് സോർസറീസ്, who sell nations through her harlotries and families through her sorceries. വെളിപാട് പുസ്തകം 17-ന്റെ ആദ്യത്തെ 2 വാക്യം ഓൾമോസ്റ്റ് സെയിം ആണ്. അപ്പോൾ അസിറിയൻ എംപയറും ഈ മന്ത്രവാദവും കാര്യങ്ങളുമാണ്. ഈജിപ്ഷ്യൻ എംപയർ കണ്ടു, അസിറിയൻ എംപയർ കണ്ടു, പിന്നെ നമുക്കറിയാം പിന്നെ വന്നത് ബാബിലോണിയൻ എംപയറാണ്. ബാബിലോണിയൻ എംപയറില് വിദ്വാൻമാരെന്നൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. വൈസ്മെൻ. ആരാണ് ഇവര്? ഈ വൈസ്മെൻ എന്നൊക്കെ പറയുന്നത് അവിടെ മന്ത്രവാദികളെ കുറിച്ച് വായിക്കുന്നുണ്ട്. മന്ത്രവാദികൾ ഈ ഇതൊക്കെ വ്യാഖ്യാനിക്കാൻ മന്ത്രവാദികളെയൊക്കെ വിളിച്ചുകൊണ്ട് വരുന്നുണ്ട്. മന്ത്രവാദികളെ ദാനിയേൽ 2:2 വായിക്കുന്നുണ്ട്. ആഭിചാരകന്മാര്, മന്ത്രവാദികള് ഒക്കെ വായിക്കുന്നുണ്ട്. ക്ഷുദ്രക്കാര്, ഇവരെ കുറിച്ച് വ്യക്തമായിട്ട് ബാബിലോൺ സാമ്രാജ്യത്തെ കുറിച്ച് വായിക്കുന്നു. പിന്നീട് വന്ന സാമ്രാജ്യം പേർഷ്യൻ സാമ്രാജ്യമാണ്. ദാനിയേൽ 10 നമുക്ക് എടുത്താൽ മതി. പാർസി രാജ്യത്തിൻ്റെ രാജാവിൻ്റെ പുറകിൽ പാർസി പ്രഭു ലൂസിഫർ ആണെന്ന് അവിടെ നിന്ന് നമുക്ക് അറിയാം. ലൂസിഫർ ചിറകുവിടർത്തി മറയ്ക്കുന്ന കെരൂബായിരുന്നു. അപ്പം പേർഷ്യൻ എംപയറിന്റെ പുറകിലും
അഞ്ചാമത് വന്നത് ഗ്രീക്ക് എംപയർ, യവന സാമ്രാജ്യം. എന്തിനു പറയുന്നു? ഗ്രീക്ക് മിഥോളജി, ഗ്രീക്ക് ഐഡൽ വർഷിപ്പ്, ഇതൊക്കെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല, നമ്മൾ സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ശേഷം റോമൻ എംപയർ. ഇറ്റ് വാസ് എ പാഗൻ റിലീജിയൻ. ഞാൻ എന്തിനാ ഇത്രയും പറഞ്ഞത്? അതായത് ബാബിലോണിൽ ആരംഭിച്ചത് പിന്നീട് വന്ന ഓരോ ലോക സാമ്രാജ്യങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ്. ഇന്ന് ലോകത്തിലൊന്ന് ആലോചിച്ച് നോക്കുകയും, ലോകത്തിലാകമാനം വ്യാപരിച്ചു കിടക്കുകയാണ്. ഞാൻ വിശദീകരിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. മതങ്ങളിലും ഇത് നിറഞ്ഞു നിൽക്കുന്നു. ചില മതങ്ങളുടെ നേതൃത്വം കൊടുക്കുന്നവര് വളരെ നൈപുണ്യമുള്ളത്, ഈ ക്ഷുദ്രപ്രയോഗത്തിലൊക്കെ അവർ നൈപുണ്യമുള്ളവരാ. ഞാൻ പേര് പറയാതെ അങ്ങ് പറഞ്ഞു പോവുകയാണ്. ക്രിസ്തീയ കോളത്തിലും ക്രിസ്ത്യ കുടുംബത്തിലും ഒക്കെ നമ്മളൊന്ന് ആലോചിച്ച്. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായം, മർമ്മം മഹതിയാം ബാബിലോൺ. എൻ്റെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായ സഭ മാറ്റപ്പെട്ട് കഴിയുമ്പോൾ മാർമികമായി വ്യാപരിച്ചു കിടക്കുന്ന ഈ സംഹതി അവർ വീണ്ടും ഒന്നിക്കും. നമ്മൾ ഓർക്കണം, ദൈവമില്ലാതെ സ്വർഗത്തിൽ കയറുവാനുള്ള മനുഷ്യന്റെ ശ്രമം. ബാബേൽ, ഗേറ്റ് ഓഫ് ഗോഡ്, ഗേറ്റ് ഓഫ് ഹെവൻ, ഗേറ്റ് ഓഫ് ഗോഡ്. കർത്താവ് പറഞ്ഞു, ഞാനാണ് വഴി. പക്ഷെ അവര് അതിന് പകരം സ്വന്തം വഴികൾ കണ്ടുപിടിച്ചു. ദൈവത്തിനും ദൈവിക വ്യവസ്ഥിതിക്കും എതിരായി പ്രവർത്തിക്കുന്ന ഒരു മതസംഹിത, പൈശാചികന്റെ കൈക്കീഴിൽ കിടക്കുന്ന ഒരു മതസംഹിത, ക്ഷുദ്രപ്രയോഗവും മന്ത്രവാദങ്ങളും ജ്യോതിഷവും നക്ഷത്രവും, എന്തിനു പറയുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്നു. ഒരു വൺ വേൾഡ് ഗവൺമെന്റ് വരുമ്പോൾ ഒരു വൺ വേൾഡ് റിലീജിയനും വരും. നമ്മൾ 13-ാം അധ്യായത്തിൽ പൈശാചികൻ ഭയങ്കരമായിട്ട് പ്രവർത്തിക്കും. കാരണം 12-ാം അധ്യായത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ സ്വർഗത്തിൽ കയറുവാൻ ഇന്നും സാത്താൻ അവകാശമുണ്ട്. പക്ഷേ മഹോപദ്രവ കാലഘട്ടത്തിന്റെ മധ്യഭാഗത്തിൽ സ്വർഗത്തിൽ യുദ്ധമുണ്ടാകുന്നു. 12-ന്റെ 7-ാം വാക്യം. സ്വർഗത്തിൽ യുദ്ധമുണ്ടായി, മീഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. മഹാസർപ്പം 9-ാം വാക്യത്തിൽ വായിക്കുന്നു, ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പം. അവന് അല്പകാലമേ ഉള്ളൂ എന്നറിഞ്ഞുകൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരും. അവൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ 13-ാം അധ്യായം നോക്കിക്കാട്ടെ, അതിൻ്റെ 2-ാം വാക്യം. തൻ്റെ ശക്തി, സിംഹാസനം, വലിയ അധികാരം ഈ അന്തിക്രിസ്തുവിന് കൊടുക്കും. കള്ളപ്രവാചകൻ അവൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കിയേട്ടെ. ഈ രണ്ടാമത്തെ മൃഗം 13-ാം അധ്യായത്തിൻ്റെ 11 തൊട്ടുള്ള വാക്യം, നമുക്ക് 12-ാം വാക്യം. അത് 1-ാമത്തെ മൃഗത്തിന് മുമ്പാകെ അതിൻ്റെ അധികാരമെല്ലാം നടത്തി ഭൂമിയെയും അതിൽ വസിക്കുന്നവരെയും മരണകരമായ മുറിവ് പുറത്തുപോയ 1-ാം മൃഗത്തെ നമസ്കരിക്കുമാറാക്കും. അത് മനുഷ്യർ കാണുക ആകാശത്ത് നിന്ന് ഭൂമിയിലേക്ക് തീയിറങ്ങുമാറാക്കും. വലിയ അടയാളങ്ങൾ പ്രവർത്തിക്കും. മൃഗത്തിന് മുമ്പിൽ പ്രവർത്തിപ്പാൻ തനിക്ക് ബലം കിട്ടിയ അടയാളങ്ങൾ കൊണ്ട് ഭൂവാസികളെ തെറ്റിക്കും. നോക്കിയാട്ടെ, അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിയും. തീയിറക്കും, അത്ഭുതങ്ങൾ ചെയ്യും, പ്രതിമയുണ്ടാക്കുവാൻ ആവശ്യപ്പെടും. ഈ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുക്കും. 15-ാം വാക്യം നോക്കിയാട്ടെ. പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അധികാരം കിട്ടും. അത് ചെറിയവനും വലിയവരും സമ്പന്ന ദരിദ്രന്മാരുമായവരെ എല്ലാവരുടെയും വലങ്കയിലോ നെറ്റിലോ മുദ്ര കിട്ടുമാറ് മുദ്ര കൊടുക്കും. അത് ഇറ്റെന്നാണ്, നോട്ട് ഹീ. ഈ ബിംബം, it will make people to take the seal or number of the beast. ഇവിടെ ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും നടത്തിയത് ദൈവപുത്രനെ തിരിച്ചറിയാൻ,
അപ്പോസ്തലന്മാർ പ്രസംഗിച്ചത് അവർ പറയുന്നത് ദൈവവചനമാണെന്ന് ഗ്രഹിക്കാൻ വേണ്ടിയാണ്. എന്നാൽ കാലത്തിൻ്റെ അന്ത്യത്തിൽ സഭ മാറ്റപ്പെട്ട ശേഷം ഭയങ്കരമായ വഞ്ചന സാത്താൻ പ്രവർത്തിക്കുന്ന ഒരു കാലഘട്ടം. ഞാൻ എന്നെ കേൾക്കുന്നവരോട് ഒന്ന് ഓപ്പണായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ കൺക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കാം. തെസ്സലോനിക്ക ലേഖനം ഒന്ന് എടുത്താട്ടെ. 2 തെസ്സലോനിയൻസ് 2 തെസ്സലോനിയർ 2-ാം അധ്യായം ഈ ആന്റി ക്രൈസ്റ്റിന്റെ വരവിനെ കുറിച്ച് പറയുമ്പോൾ 7-ാം വാക്യം, 2 തെസ്സലോനിയൻസ് chapter 2 verses 7. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴി നിന്ന് മാറിപ്പോകാൻ മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവ് യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷത്തിന്റെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത, അടുത്ത വാക്യം ശ്രദ്ധിക്കണം. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം. എൻ്റെ സഹോദരന്മാരെ, ഹൂസ് കമ്മിങ് ഈസ് ആഫ്റ്റർ ദ വർക്കിംഗ് ഓഫ് സേറ്റൻ. ഹൂസ് കമ്മിങ് ഈസ് ആഫ്റ്റർ ദ വർക്കിംഗ് ഓഫ് സേറ്റൻ. സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. ദാനിയേലിന്റെ പുസ്തകം 8-ാം അധ്യായം, ദാനിയേൽ chapter 8, ഈ വിഷയം പറയുന്നത് അവിടെ ഒന്ന് വായിച്ചു നോക്കാം. ദാനിയേലിന്റെ പുസ്തകം 8-ാം അധ്യായത്തിന്റെ 23-ാമത്തെ വാക്യം. ദാനിയേൽ 8:23. അവിടെ ദാനിയേൽ 8:23. എന്നാൽ അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത് അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ ഉഗ്രഭാവം ഉപായബുദ്ധിയുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. അവന്റെ അധികാരം വലുതായിരിക്കും. സ്വന്തം ശക്തിയാൽ അല്ല താനും. അതിശയാമവണ്ണം നാശം പ്രവർത്തിക്കും. കൃതാർത്ഥനായി അവൻ അത് അനുഷ്ഠിക്കും. വളരെ വിശുദ്ധ ജനത്തെ നശിപ്പിക്കും. ഇവിടെ നോക്കാട്ടെ, അവന്റെ വരവുണ്ടല്ലോ സ്വന്തം ശക്തിയാലല്ല. ആരുടെ ശക്തിയാണ്? 23-ാമത്തെ വാക്യത്തില് ഇംഗ്ലീഷിൽ ഇങ്ങനെയാ വായിക്കുന്നത്: എ കിങ് ഓഫ് ഫിയേഴ്സ് കൗണ്ടനൻസ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ഡാർക്ക് സെന്റൻസ് ഷാൽ സ്റ്റാൻഡ് അപ്പ്. എ കിങ് വിൽ സ്റ്റാൻഡ് അപ്പ് ഹൂ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഡാർക്ക് സെന്റൻസസ്. പൈശാചികന്റെ കാര്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നൊരു വ്യക്തി, മറ്റു വിധത്തിൽ പറഞ്ഞാൽ മന്ത്രവാദങ്ങളും ക്ഷുദ്രവും ഒക്കെ ചെയ്യുന്നൊരു വ്യക്തി. ബാബിലോൺ സാമ്രാജ്യത്തിൽ മന്ത്രവാദികളും ക്ഷുദ്രപ്രയോഗം ചെയ്യുന്നവരും ഒക്കെ ഉണ്ടായിരുന്നതായിട്ട് നമുക്കറിയാം. ഇവിടെയും അത് സംഭവിക്കും. നമ്മൾ തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഹൂസ് കമ്മിങ് ഈസ് ആഫ്റ്റർ ദ വർക്കിംഗ് ഓഫ് സേറ്റൻ. ഞാൻ സമയം തീരുന്നത് കൊണ്ട് കൺക്ലൂഡ് ചെയ്യണം. നമ്മൾ വെളിപാട് പുസ്തകം 17-ാം അധ്യായത്തിൽ മർമ്മം മഹതിയാം ബാബിലോൺ, വിശുദ്ധന്മാരുടെ രക്തം കുടിച്ച് മത്ത് പിടിച്ചിരിക്കുകയാണ്. പഴയ കാലത്ത് നമ്മളിവിടെ വായിക്കുന്നുണ്ട് 9-ാം വാക്യത്തിൽ, അവിടെ വായിക്കുന്നുണ്ട് 6-ാം വാക്യം, വിശുദ്ധന്മാരുടെ രക്തവും യേശുവിൻ്റെ സാക്ഷ്യവും. പഴയ നിയമകാലത്തുള്ള വിശുദ്ധന്മാരും പുതിയ നിയമകാലത്തുള്ള യേശുവിൻ്റെ സാക്ഷികളെയും കൊന്നൊടുക്കിയത് ഇവളാണ്. മില്യൻസിനെ കൊന്നൊടുക്കി. അപ്പോൾ ഈ മർമ്മം മഹ്ദിയം ബാബിലോണിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ആത്മാവ് ഇന്ന് രക്ഷിക്കപ്പെടാത്തവരുടെ ഈ സഭകളിലും വ്യക്തികളിലും ഒക്കെ പ്രവർത്തിക്കുകയാണ്. പൗലോസ് ഓർപ്പിച്ച പോലെ അധർമ്മത്തിൻ്റെ മർമ്മം. എന്നാൽ തടുക്കുന്നവൻ മാറണം, അപ്പോൾ വെളിപ്പെട്ട് വരും. ഞാനിത് പറയുന്നതിൻ്റെ കാരണം നമ്മൾ ജീവിക്കുന്ന ദിവസങ്ങളിൽ ഈ 17-ാം അധ്യായം നിവർത്തിക്കപ്പെടുവാൻ കാര്യങ്ങൾ എത്രയോ ഒരുക്കപ്പെട്ട ഒരു ദിവസത്തിലാണ്. രാഷ്ട്രീയമായി ഒരാഗോളമായി ഒരു ഏക ഗവൺമെന്റിന് വേണ്ടിയും ഒരു ഏക മതത്തിനു വേണ്ടിയും ലോകം ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ വരവ് വളരെ സമീപിച്ചെന്നും ഇന്ന് രക്ഷിക്കപ്പെടാത്തവർ ഈ സാത്താന്റെ വലിയ വഞ്ചനയിലകപ്പെടാൻ ഇടയായിത്തീരുകയും
നിത്യനാശത്തിലേക്ക് അവർ പോവുകയും ചെയ്യും. നമുക്ക് നന്ദിയോടുകൂടെ ജീവിക്കാം. കാരണം നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ദൈവം ഇടയാക്കി. ദാനിയേലിനോട് പറഞ്ഞു, ദുഷ്ടന്മാരിൽ ആരും തിരിച്ചറിയില്ല, ബുദ്ധിമാന്മാർ ഗ്രഹിക്കും. പാവപ്പെട്ട ദൈവജനം നമുക്ക് മനസ്സിലാക്കാൻ ഭാഗ്യം നൽകി. നന്ദിയുള്ളവരായി ജീവിക്കാം. ഈ കാലത്തെ വിലയിരുത്താം. പൈശാചികന്റെ പ്രവൃത്തികളെ തിരിച്ചറിയാം. നമ്മുടെ കർത്താവിനോട് ചേർന്ന് കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കില്ല. പൈശാചികന്റെ എത്രയോ പണികളാണ് ബാബിലോണിൽ ആരംഭിച്ച ആ ദൈവിക വ്യവസ്ഥിതികൾക്ക് വിരുദ്ധമായ ഒന്നിച്ചു നിൽക്കാം എന്നുള്ള ആ പ്രമാണം അവസാനം പൂർത്തീകരിക്കാൻ പോവുകയാണ്. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിലെ മർമ്മം മഹതിയാം ബാബിലോണിൽ. നമുക്ക് ഉണർന്ന് വിശുദ്ധിയെ തികച്ച് ജീവിക്കാം, കർത്താവിനെ സ്നേഹിക്കാം, അവനെ സ്തുതിക്കാം. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ.